ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എം എസ് സൊല്യൂഷൻ. നിങ്ങളുടെ സ്വന്തം മഞ്ജു സാറാണ്. സോ സാർ ഇന്ന് വന്നിട്ട് നമ്മുടെ ഓണം എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നു. ആരും ടെൻഷൻ അടിക്കണ്ട. സോ നമ്മുടെ കെമിസ്ട്രിയിൽ എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട്, ആ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിന് വരും, ഇത് അറിഞ്ഞാൽ നമ്മളെ പഠനം ഒന്നും കൂടെ സിമ്പിൾ ആകും. സോ അതിനാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ. സോ നമ്മുടെ കെമിസ്ട്രിയിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമറിസം. സോ ഈ ചാപ്റ്ററിൽ നമുക്കറിയാം വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് തരികയാണ്. സോ റെഡി ആയിട്ട് അതിന് പേര് കൊടുക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചാപ്റ്റർ ആ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ റിയാക്ഷൻസ്. സോ അത് 5 റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ടാകും. സോ 5 റിയാക്ഷൻസിന് എന്തായാലും ചോദ്യം വരും. ആ റിയാക്ഷൻസ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഇമ്പോർട്ടൻസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, മെത്തനോള്, എത്തനോള്, എഥനോയിക് ആസിഡ്, എസ്റ്റർ. സോ ഇമ്പോർട്ടൻ്റ്. ലാസ്റ്റ് കുറച്ച് മെഡിസിൻസും 1 മാർക്കിന് ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഭാഗമാണ് മെഡിസിൻസ്. സോ റെഡി ആണല്ലോ. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ചാപ്റ്റർ, ഇനി നമുക്ക് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു ഭാഗമാണ് മൂന്നാമത്തെ ചാപ്റ്റർ എക്സാമിന് ഉണ്ടോ എന്നുള്ള ചോദ്യം. സോ മൂന്നാമത്തെ ചാപ്റ്റർ എക്സാമിന് ഉണ്ട് കേട്ടോ. സോ മൂന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഷെല്ലുകളെയും സബ് ഷെല്ലുകളെയും കുറച്ച് ക്വാണ്ടം നമ്പറുകളും പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് മൂന്നാമത്തെ ചാപ്റ്റർ. ഓർമ്മയിൽ വെക്കാം. അപ്പൊ സാറേ, ഒന്നാമത്തെ ചാപ്റ്ററിന് എത്ര മാർക്കാ വരിക? സോ ഒന്നാമത്തെ ചാപ്റ്ററിന് 19 മാർക്ക് തൊട്ടിട്ട് വരാനാണ് ചാൻസ് കൂടുതൽ. സോ ഒരു ആവറേജ് എടുത്ത് നോക്കിയാൽ മക്കളെ 19 മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. റെഡി ആണല്ലോ. സോ രണ്ടാമത്തെ ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതും അതുപോലെ പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. 17 മാർക്കിന് വരും മക്കളെ. അതായത് ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും ഒരേ ഇമ്പോർട്ടൻസ്, ഒരേ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടി വരും. സോ എന്റെ മക്കളെ, ഈ 19ഉം 17ഉം കണ്ടു കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് അറിയാം 36 മാർക്ക് നമുക്ക് ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരും മക്കൾസ്. റെഡി അല്ലേ? അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കേണ്ട പോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. സോ ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒരു 4 മാർക്കോ 5 മാർക്കിനോ വരുള്ളൂ. അപ്പൊ ഒരു 4 മാർക്കിന് 5 മാർക്കിനുള്ള പഠനം മാത്രം നോക്കിയാൽ മതി മൂന്നാമത്തെ ചാപ്റ്റർ. അതായത് മൂന്നാമത്തെ ചാപ്റ്റർ ഫുള്ള് പഠിക്കാനില്ല, പകുതി വരെയുള്ളൂ. ബ്ലോക്ക് കണ്ടെത്താനും ഗ്രൂപ്പ് കണ്ടെത്താനും പീരീഡ് കണ്ടെത്താനും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ സെറ്റാ. അപ്പൊ ഈ മൂന്നാമത്തെ ചാപ്റ്റർ, അതായത് ടോട്ടൽ 3 ചാപ്റ്റർ നമുക്ക് SLCയിൽ ഉണ്ടാവുക, കെമിസ്ട്രിയിൽ ഉണ്ടാകുക. സോ ഒന്നാമത്തെ ചാപ്റ്റർ 19 മാർക്ക്, രണ്ടാമത്തെ ചാപ്റ്റർ ഒരു അറൗണ്ട് 17 മാർക്ക്, മൂന്നാമത്തെ ചാപ്റ്റർ ഒരു അറൗണ്ട് 4 മാർക്ക്. സോ ഇത് കറക്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ, 1 മാർക്ക് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ പോയാലും സോ ഈ ഒരു സാധനം എൻ്റെ മക്കളുടെ ഓർമ്മയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇനിയുള്ള സമയം പഠിച്ചു തീർക്കാം. അപ്പോൾ മക്കളെ, എനിക്കറിയാം സോ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ സാറേ, കുറേ പഠിക്കാനുണ്ട്, ഏതെല്ലാം ചാപ്റ്ററിന് പ്രയോറിറ്റി കൊടുക്കണം എന്ന് പോലും അറിയാത്ത അവസ്ഥയല്ലേ മക്കളെ. നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ MS സൊല്യൂഷൻസിന്റെ ഓണം സ്പെഷ്യൽ RMS ബാച്ച്. പൊന്നു മക്കളെ, എൻ്റെ മക്കളെ ഇത്ര മാത്രം ആലോചിക്കുക, ഒരു മന്തി കഴിക്കുന്ന പൈസയെ വരുന്നുള്ളൂ, ആകെ 999 രൂപ. സോ ഈ ഒരു 999 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഇന്ന് തൊട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇപ്പൊ തൊട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാം. എന്തൊക്കെ കിട്ടും? ഓരോ ചാപ്റ്ററും ഓണം എക്സാമിനുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും എത്ര ചാപ്റ്റേഴ്സ് ആണുള്ളത്, ആ ചാപ്റ്ററിന്റെ റിവിഷൻ വിത്ത് ഷുവർ ക്വസ്റ്റ്യൻസ്. ആലോചിക്കാം, RSQ ലൈവ്. സോ റിവിഷനും ചെയ്യും, അതിന്റെ കൂടെ ഷുവർ ക്വസ്റ്റ്യനും. പിന്നെ പ്രഡിക്ഷൻ PDF, ഓരോ സബ്ജക്റ്റിന്റെ ഇന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി, ഷുവർ ക്വസ്റ്റ്യൻസ്. സോ അത് കഴിഞ്ഞാൽ പ്രഡിക്ഷൻ വീഡിയോ. 2026 ഓണം എക്സാമിൽ കെമിസ്ട്രിയിൽ ഈ ചോദ്യം ചോദിച്ചിരിക്കും, ഇതാണ് പ്രഡിക്ഷൻ വീഡിയോ. സോ അത് കഴിഞ്ഞാൽ മൈക്രോബിറ്റ്, മൈൻഡ് മാപ്പ്. മക്കളെ, ഇതൊക്കെ ഒരു ചാപ്റ്ററിനെ കുറിച്ച് എൻ്റെ മക്കൾക്ക് ഏറ്റവും ടോപ്പ് ലെവൽ ആക്കുകയാണ് ഞങ്ങൾ. സോ അത് കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി 3 സെറ്റ് ഫസ്റ്റ് ടൈം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഓണം എക്സാമിന്റെ 3 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് തരും. ഇതിനെ ചോദ്യം ചോദിക്കുള്ളൂ. ഈ 3 സെറ്റ് ചെയ്തു പോയൊരു കുട്ടിക്ക് എക്സാം സിമ്പിൾ ആക്കാരം ഷുവർ. MS സൊല്യൂഷൻസിന്റെ കോൺഫിഡൻസ് ആണ് അത്. അത്രയും സെറ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ആക്കിയിട്ടുള്ളത്. സോ A ക്വസ്റ്റ്യൻ ഇതിൽ ചോദിച്ചിട്ടില്ല എങ്കിൽ Bയിലോ Cയിലോ ചോദിക്കുന്ന ചോദ്യമായിരിക്കും എൻ്റെ മക്കളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുക. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ 3 മോഡൽ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞൊരു കുട്ടിക്ക് എക്സാം സിമ്പിൾ ആക്കാരം ഉറപ്പാ. സോ മക്കളെ, ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങുന്ന ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെയും കമന്റ് ബോക്സിലും ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് കാണുന്നുണ്ട് ആ ബാച്ചിനെ കുറിച്ച് അറിയാൻ. സോ ആ ലിങ്കിൽ തൊട്ട് എൻ്റെ മക്കളൊന്ന് ജോയിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വെച്ചോളാം. അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്തോ, ഇതിനെക്കുറിച്ച് വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, 7902400800. സോ ഈ നമ്പർ ആണെങ്കിലും എൻ്റെ മക്കളെ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിലും അവിടെ ഒരു കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം വരും, റെഫറൽ കോഡ്. താഴെ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ സാറിൻ്റെ പേര് എൻ്റെ മക്കളെ അടിച്ചു കൊടുത്തോളൂ, അൻഷി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഓഫർ കിട്ടും. ഇനിയിപ്പോൾ ഈ നമ്പറിലോട്ട് മെസ്സേജ് അയക്കുന്ന ആളാണെങ്കിലും സാറിൻ്റെ പേരൊന്ന് അവിടെ വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, ഓഫറുകൾ കിട്ടും. സാറ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിരിക്കണേ. അപ്പോൾ കോഡ് മറക്കണ്ട, അൻഷി എന്നാണ്. സോ മക്കളെ, ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഞങ്ങളുണ്ട് കൂടെ, ഒരു പേടിയും വേണ്ട. വൈ ഫിയർ, MS is here. സോ മക്കളെ, ഇറ്റ്സ് മീ അൻഷു ഫ്രം MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറൊരു സൊല്യൂഷൻ.